പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ആശ്വാസം. ഇഡി സമൻസ് നൽകിയിട്ടും ഹാജരാകാത്ത കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചു. ഡൽഹി റൌസ് അവന്യൂ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. എം.ജി. മിഥുൻ ചേരുന്നു. മിഥുൻ, കൂടുതൽ വിവരങ്ങൾ. ധന്യ, കേജ്രിവാളിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള നടപടി തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇഡി സമൻസുകൾ അവഗണിച്ച് നിരന്തരം ഹാജരാകാതിനെതിരെ ഇഡി നൽകിയ ഹർജിയിലാണ് ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് തന്നെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാവുകയും ചെയ്തു. മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരായത്. ഇന്നലെ സെഷൻസ് കോടതിയിൽ ഓൺലൈൻ മുഖേന അരവിന്ദ് കെജ്രിവാൾ ഹാജരായപ്പോൾ ഈ നടപടി സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യം കോടതി തള്ളുന്നതാണ് കണ്ടത്. അത്തരത്തിലൊരു തിരിച്ചടി കഴിഞ്ഞ ദിവസം കെജ്രിവാളിനെതിരെ ഉണ്ടായപ്പോൾ വൈകിട്ട് മുതൽ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു നീക്കമുണ്ടാകും, അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തു. അതിനെ തുടർന്ന് തന്നെയായിരുന്നു കെ കവിത, അതായത് BRS നേതാവ് കൂടിയായിട്ടുള്ള കെ കവിതയെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് ഇഡി കടക്കുകയും ചെയ്തു. ഇന്നലെ രാവിലെ അവരുടെ വസതിയിലെത്തി പരിശോധന നടത്തിയതിനു ശേഷമായിരുന്നു കെ കവിതയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. പിന്നീട് അരവിന്ദ് കെജ്രിവാളിന് കൂടുതൽ കുരുക്ക് മുറുകയും അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് കരുതിയിരുന്നുവെങ്കിൽ പോലും തന്നെ ഇന്ന് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഹാജരാകാനുള്ള ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയായിരുന്നു. ഇന്ന് അദ്ദേഹം നേരിട്ട് ഹാജരാവുകയും തുടർന്ന് ഈ ഒരു കേസിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്യുകയായിരുന്നു. 15,000 രൂപയുടെ ആൾജാമ്യത്തിൽ കൂടിയാണ്, ആ ഒരു ബോണ്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൽ ഇഡി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ പ്രതികളിൽ ഒരാളായിട്ടുള്ള സമീർ മഹേന്ദ്രവുമായി കേജ്രിവാൾ വീഡിയോ കോളിൽ സംസാരിച്ചു. ഒപ്പം തന്നെ ഈ കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള മലയാളി കൂടിയായിട്ടുള്ള വിജയ് നായരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടുമെന്നാണ് ഇഡി പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട കേജ്രിവാളിനെതിരെ ആരോപിക്കുന്ന ഒരു കാര്യം. നേരത്തെ 8 തവണ അദ്ദേഹത്തിന് ഇഡി സമൻസ് അയച്ചിരുന്നു. പക്ഷേ ഇത് അതായത് അവകാശത്തെ അവഗണിക്കുന്ന തരത്തിലും ഒപ്പം തന്നെ ഇഡി നടപടി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ നോട്ടീസുകളൊക്കെ അദ്ദേഹം ലംഘിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് ഇഡി പറയുകയും ചെയ്യുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 174 വകുപ്പ് കേജ്രിവാൾ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനം ഇഡി നടത്തുകയും ചെയ്തത്. അതിനിപ്പോൾ ഇഡിക്ക് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏപ്രിലിൽ നേരിട്ട് ഇടപാടിൽ ബന്ധമുണ്ട് എന്നാണല്ലോ ഇഡി പറയുന്നത്. അത് ഇനി എങ്ങനെയാണ് കേസുമായി ഇല്ലെങ്കിൽ ഇത് തെളിയിക്കണമല്ലോ. തീർച്ചയായും ഇത് സംബന്ധിച്ച് നമുക്കറിയാം, നേരത്തെ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കമുള്ളവരെ ഇഡി അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഏറെക്കാലം അദ്ദേഹം ജയിലിൽ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിലാണ്. ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BRS നേതാവ് കൂടിയായിട്ടുള്ള കെ കവിത ഈ ഒരു വിഷയത്തിൽ, അതായത് മദ്യനയത്തിൽ കൈക്കൂലി നൽകുന്ന പ്രതികളുമായി ഈ ഒത്തുകളിച്ചു കെ കവിത. ഒപ്പം തന്നെ മദ്യനയത്തിൽ ഡൽഹി സർക്കാർ ഈ ഫോർമുല ആവിഷ്കരിച്ചപ്പോൾ മദ്യ വ്യവസായികൾ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ കെ കവിത ഈ സർക്കാരുമായി ഇടനിലക്കാരിയായി നിന്നു എന്നുള്ള ഒരു ആരോപണമാണ് പ്രധാനമായും ഇഡി മുന്നോട്ട് വെക്കുന്നത്. അതാണ് കെ കവിതയെ അറസ്റ്റിലേക്കുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. എന്തായാലും കെ കവിത ഇന്ന് ഇഡിക്ക് മുന്നിൽ ഇഡിയുടെ കസ്റ്റഡിയിലാണുള്ളത്. നിലവിൽ ഇന്ന് റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം 10 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടുമെന്നാണ് അറിയിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായിട്ടുള്ള പ്രതികളുമായി ഒന്നിച്ചിരുത്തി കെ കവിതയെ ചോദ്യം ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഇഡി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതിൽ കൂടുതൽ വിവരങ്ങൾ തേടാനാകുമെന്ന് തന്നെയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കടക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം അത് വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്നുള്ളൊരു വിലയിരുത്തൽ എന്തായാലും BJP നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇലക്ഷന് ശേഷമായിരിക്കാം ഇതിൽ ഒരു തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് എന്നാണ് കരുതുന്നത്. ശരി, നന്ദി മിഥുൻ.